ഡയറക്ഷൻ ഇ ലേണിംഗിന്റെ ഈ ആഴ്ചയിലെ പേപ്പർ കട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2022 ജൂലൈ 1 മുതൽ 7 വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ഈ ആഴ്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പത്രങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എങ്ങനെയാണ് മത്സര പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാവുന്നത് എന്നതാണ് നമ്മൾ ഈ പേപ്പർ കട്ടിലൂടെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു വരുന്നത്. എന്തെല്ലാം പ്രധാന വാർത്തകൾ ജൂലൈ 1 മുതൽ 7 വരെ ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മഹാരാഷ്ട്രയിൽ അധികാരമാറ്റമുണ്ടായി എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ നിലവിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ രാജിവെച്ചതിനെ തുടർന്ന് പുതിയ മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിൽ പുതുതായിട്ട് ശിവസേനയിൽ നിന്നുള്ള വിമത വിഭാഗത്തിലെ നേതാവായ ഏകനാഥ് ഷിൻഡെ പുതിയ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ആണ്. മഹാരാഷ്ട്രയുടെ 20ാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റത്. ഉപമുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫഡ്നവിസ് ആണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫഡ്നവിസ് ആണ്. 2022 മെയ് 31 മുതലാണ് ജൂൺ 30 മുതലാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. ഇന്ന് ഡോക്ടർമാരുടെ ദിനം എന്ന് പറയുമ്പോൾ ജൂലൈ 1 ജൂലൈ 1 ലോക അല്ല ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടറും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ബിധൻ ചന്ദ്ര റോയ്, ദാറ്റ് ഈസ് BC റോയിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് 1990 മുതൽ ഈ ദിനം ആചരിക്കുന്നത്. ഫാമിലി ഡോക്ടേഴ്സ് ഓൺ ദ ഫ്രണ്ട് ലൈൻ എന്നതാണ്. ഫാമിലി ഡോക്ടേഴ്സ് ഓൺ ദ ഫ്രണ്ട് ലൈൻ എന്നുള്ളതാണ് 2022 ജൂലൈ 1 പ്രമേയം എന്ന് പറയുന്നത്. അപ്പം മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ആര്? BC റോയ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സ്നേക് ദ്വീപിൽ നിന്ന് റഷ്യ പിന്മാറി എന്നുള്ള ഒരു വാർത്തയാണ്. കരിങ്കടലിൽ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ദ്വീപാണ് സ്നേക് ദ്വീപ് എന്ന് പറയുന്നത്. ഈ സ്നേക് ദ്വീപ് എന്ന് പറയുന്നത് ഉക്രൈന് അടുത്തുള്ളതാണ്. ഉക്രൈൻ ഒഡേസ തുറമുഖത്തോട് ചേർന്നുള്ളതാണ് ഈ സ്നേക് എന്ന് പറയുന്ന ദ്വീപ്. ആ സ്നേക് ദ്വീപിൽ നിന്നും ആര് പിന്മാറി? റഷ്യ പിന്മാറി. ഇവിടെയാണ് സ്നേക് ഐലൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ഒഡേസ, ഉക്രൈൻ്റെ ഒഡേസ പോർട്ട് എന്ന് പറയുന്നത്. ക്രീമിയ ഓൾറെഡി റഷ്യയുടെ കൈവശമാണ്. അപ്പൊ ആ സ്നേക് ഐലൻഡിൽ നിന്നും ആര് പിൻവാങ്ങി? റഷ്യ പിൻവാങ്ങി. അപ്പൊ സ്നേക് ഐലൻഡ് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? കരിങ്കടലിൽ ആണ്. PSLV C-52 അത് ഫെബ്രുവരി 14 വിക്ഷേപിച്ചത്. മറ്റൊരു വിക്ഷേപണം നടന്നു, PSLV C-53 എന്ന് പറയുന്നത്. 3 ഉപഗ്രഹങ്ങളെയാണ് ഇത് വിക്ഷേപിച്ചത്. PSLV C-53 വിക്ഷേപിച്ചത് 2022 ജൂൺ 30 ആയിരുന്നു വിക്ഷേപിച്ചത്. PSLV C-53 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. മറന്നുപോകരുത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ സംഘടനയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഇതിന്റെ 2ാമത്തെ ദൗത്യമാണ് എന്നതുകൂടെ ഓർത്തു വെക്കുക. 2ാമത്തെ ദൗത്യമാണെന്നതുകൂടെ ഓർത്തു വെക്കുക. നമുക്കറിയാം ISROയുടെ നിലവിലെ ചെയർമാൻ മലയാളിയായിട്ടുള്ള ഡോക്ടർ S സോമനാഥ് ആയിരുന്നു എന്നും ഓർത്തു വെക്കുക. അപ്പൊ PSLV C-53 ആണ് 2022 ജൂൺ 30 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ. സിംഗപ്പൂരിന് വേണ്ടി കൊറിയയിൽ നിർമ്മിച്ച DSEO എന്ന ഉപഗ്രഹം ന്യൂസാർ ഉപഗ്രഹമായിരുന്നു ഇതിലെ പ്രധാന പേടകങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഈ പറയപ്പെടുന്ന 3 ഉപഗ്രഹങ്ങളെയാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. ഏത്? ഈ പറയുന്ന PSLV C-53 എന്ന് ഓർത്തു വെക്കുക. മറ്റത് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻകാർക്കും ആശ്രിതർക്കും സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് 2022 ജൂലൈ 1 തുടക്കമായി. ആ പദ്ധതിയുടെ പേരാണ് മെഡിസപ്പ് എന്ന പേരിലാണ് ആ പദ്ധതി അറിയപ്പെടുന്നത്. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് മെഡിസപ്പിന്റെ പൂർണ്ണരൂപം. ഇതിന് 2022 ജൂലൈ 1 മുതൽ തുടക്കമായി എന്ന് ഓർത്തു വെക്കുക. ജൂലൈ 1 മുതലാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മറ്റൊന്ന്,
കിം ഫുക്ക് എന്ന് പറയുന്ന വിയറ്റ്നാം യുദ്ധത്തിന്റെ ഇരയായിരുന്ന കിം ഫുക്ക് നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുള്ളതാണ്. പത്രത്തിൽ വന്ന വാർത്തയായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രം. 1972 ഇതായി കാണുന്ന നിക് ഉട്ട് പകർത്തിയ ചിത്രമാണ് കിം ഫുക്കിന്റെ ചിത്രം, വിഖ്യാതമായ ചിത്രം. ഈ ഇതിൽ നമ്മൾ കാണുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അതായത് യുദ്ധത്തിന്റെ കെടുതികളാണ് ഈ ചിത്രത്തിലൂടെ നമ്മെ കാണിച്ചത്. കിം ഫുക്ക് ഇപ്പോൾ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നതാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് നാടൻ മാവ് സംരക്ഷണ ദിനം എന്ന് പറയും. അതായത് ജൂലൈ 3 നാടൻ മാവ് സംരക്ഷണ ദിനമായി കേരളത്തിലെല്ലാം ഒബ്സർവ് ചെയ്യുന്നത്. അതിൽ ചില നാടൻ മാമ്പഴങ്ങളുടെ പേരാണ് മിഹിർ, നമ്മൾ ഓർത്ത് വെക്കുക, മിഹിർ. അതുപോലെ ജയന്റ് കുളമ്പ് എന്ന് പറയുന്ന മറ്റൊരു ഇനം, കറുമ്പൻ മാമ്പഴം എന്ന് പറയുന്ന മറ്റൊരു, രസകദളി എന്ന് പറയുന്ന മറ്റൊരു മാമ്പഴം. അപ്പൊ ഇതൊക്കെ മാമ്പഴങ്ങളാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. മിഹിർ എന്ന് പറയുന്ന ഒരു ഇനം മാങ്ങയുണ്ട്, ജയന്റ് കുളമ്പ് എന്ന് പറയുന്ന മറ്റൊരു മാങ്ങയുണ്ട്, അതേപോലെ തന്നെ കുറുമ്പൻ എന്ന് പറയുന്നത് ഒരു മാങ്ങയാണ്, അതേപോലെ തന്നെ രസകദളി എന്ന് പറയുന്ന മറ്റൊരു മാങ്ങയാണ്. ഇതെല്ലാം മാങ്ങകളാണ്. ജൂലൈ 3 നാടൻ മാവ് സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. മറക്കരുത്, നാടൻ മാവ് സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചാൽ എന്നാണ്, ജൂലൈ 3 ആണ്. മറ്റൊരു പ്രധാന വാർത്ത ക്രിക്കറ്റിൽ നിന്നാണ്. ഒരു ഓവറിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ 35 റൺസ് പിറന്നു എന്നുള്ളതാണ്. ഒരു ഓവറിൽ, അതായത് ഇന്ത്യൻ ക്യാപ്റ്റനായി എഡ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നു ജസ്പ്രീത് ബുംറ ആയിരുന്നു. ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ, അതായത് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് പിറന്ന ഓവർ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഒരു ഓവറിൽ ഒരു ബാറ്റർ നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് എന്ന് പറയുന്നത് ടെസ്റ്റിൽ ബൗളറായിട്ടുള്ള, ബാറ്റ്സ്മാനായി ബാറ്റ് ചെയ്ത ബൗളറായിരുന്നു. നമുക്കറിയാം ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത് മികച്ച ബൗളറാണ്. അദ്ദേഹം ബാറ്റ് ചെയ്തപ്പോഴാണ് ഈ റെക്കോർഡ് മുഴുവൻ ബൗൾ ചെയ്തത്, അല്ലെങ്കിൽ ആർക്കെതിരെയാണ്? സ്റ്റുവർട്ട് ബ്രോഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് താരത്തിനെതിരെയാണ്. അപ്പൊ ഒരു ഓവറിൽ 35 റൺസും ടെസ്റ്റിൽ ഒരു ബാറ്റ്സ്മാൻ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നതും ബുംറ ബാറ്റ് ചെയ്യുമ്പോഴാണ്. ബുംറയാണ് 29 റൺസാണ് നേടിയത് ബാറ്റിൽ നിന്നും. പക്ഷെ ആ ഓവറിൽ വൈഡ് ഉൾപ്പെടെ 35 റൺസ് പിറന്നു. അതാണ് ടെസ്റ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് ആരുടെ പേരിൽ പിറന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റുവർട്ട് ബോർഡ് ബോൾ ചെയ്തപ്പോഴാണ്. 28 അല്ല 35 റൺസാണ് പിറന്നത്. അതിൽ 29 നേടിയത് ആരാണ്? ബുംറ അടിച്ചിട്ടാണ് നേടിയത്. ബാക്കി വൈഡും ഡോ ബോളൊക്കെ ആയിട്ട് നേടിയതാണ്. അപ്പൊ ഈ 2 റെക്കോർഡും ഈ വർഷം ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഓർക്കാം. മറ്റൊന്ന് ഗണിതശാസ്ത്ര നോബൽ, ലോകപ്രസിദ്ധമായ ഗണിതശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ആബേൽ പുരസ്കാരം. ഗണിതശാസ്ത്ര സംഭാവന 2022 ആബേൽ അല്ല, ഫീൽഡ് പുരസ്കാരം എന്ന് പറയുന്നത് മെഡലിന് അർഹരായവരാണ് മരിന വിയോസ്കോവ്, ജെയിംസ് മെയ്നാർഡ്, ജോൺ ഹോപ്പ്, അതുപോലെ യുഗോ ഡൊമിൻ കോപ്പിൻ എന്ന് പറയുന്നത്. ഇത്രയും പേർക്കാണ് ഫീൽഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഗണിതശാസ്ത്ര നോബൽ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഫീൽഡ്സ് മെഡൽ എന്ന് പറയുന്നത്. അപ്പൊ 4 പേർക്കാണ് ഇത്തവണത്തെ ഫീൽഡ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഉക്രൈനിന്റെ മരിയ വിയാസോവ്സ്ക്, ഫ്രാൻസിന്റെ യുഗോ ഡൊമിനിൻ കോപ്പിൻ, അതേമാതിരി കൊറിയൻ അമേരിക്കൻ ജൂൺ നോഹ്, ബ്രിട്ടന്റെ ജെയിംസ് മെയ്നാർഡ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 40 വയസ്സിന് താഴെയുള്ള ഗണിതശാസ്ത്ര പ്രതിഭകൾക്ക് 4 വർഷത്തിൽ ഒരിക്കലാണ് ഫീൽഡ് മെഡൽ സമ്മാനം നൽകുന്നത്. ഓക്കെ, 40 വയസ്സിന് താഴെയുള്ളവർക്ക്, ഗണിതശാസ്ത്ര പ്രതിഭകൾക്ക് 4 വർഷത്തിൽ ഒരിക്കലാണ് ഈ ഫീൽഡ് മെഡൽ പുരസ്കാരം നൽകുന്നത്. ഓക്കെ, ഫിൻലാൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിംകിയിൽ വെച്ചാണ് ഈ പറഞ്ഞ അവാർഡ് വിതരണം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടൊറന്റോ സർവകലാശാലയിലെ കനേഡിയൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ജെസി ഫീൽഡ് സ്ഥാപിച്ച ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ
ഗണിതശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ഫീൽഡ് പുരസ്കാരം 40 വയസ്സിന് താഴെയുള്ള ഗണിതശാസ്ത്ര പ്രതിഭകൾക്കാണ് നൽകുന്നത്. 4 വർഷത്തിൽ ഒരിക്കലാണ് നൽകുന്നത്. അതും മറക്കരുത്. മറ്റൊരു വാർത്ത വരുന്നത് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ രാജിവെച്ചു എന്നുള്ളതാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു വിവാദ പരാമർശമാണ് രാജിയിലേക്ക് നയിച്ചിട്ടുള്ളത്. 2021 അധികാരമേറ്റ പിണറായി വിജയൻ ഗവൺമെന്റിന് രണ്ടാം ഗവൺമെന്റിൽ നിന്നും രാജിവെക്കുന്ന ആദ്യ മന്ത്രിയാണ് ആര്? സജി ചെറിയാൻ എന്ന് പറയുന്നത്. 2021 രണ്ടാമതും പിണറായി ഗവൺമെന്റ്, വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ ഏറ്റത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പി.ടി. ഉഷ ഉൾപ്പെടെ 12 പേരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നാണ് ഒളിമ്പ്യൻ പി.ടി. ഉഷ, അതേപോലെ തന്നെ സംഗീതജ്ഞൻ ഇളയരാജ, ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള തിരക്കഥാകൃത്തുമായിട്ടുള്ള കെ.വി. വിജയപ്രസാദ്, സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ എന്നിവരാണ് ഇത്തവണ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. 4 പേര്. 12 പേരെയാണ് മൊത്തം നാമനിർദ്ദേശം ചെയ്യാറ്. പക്ഷേ 4 പേരെ ഈ മാസം നാമനിർദ്ദേശം ചെയ്യുകയുണ്ടായി. അതിൽ കേരളത്തിൽ നിന്നുമാണ് പി.ടി. ഉഷയെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. അതിൽ പി.ടി. ഉഷ കായിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾക്കുള്ള ശ്രദ്ധേയമായ അംഗീകാരമായിട്ട് നമുക്കിതിനെ കാണാം. രാജ്യസഭയിലേക്ക് 2022 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയാണ് ആര്? പി.ടി. ഉഷ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇളയരാജ എന്ന് പറയുന്ന സംഗീതജ്ഞൻ ഇളയരാജ, അതേപോലെ ആന്ധ്രയിൽ നിന്നുള്ള സിനിമ തിരക്കഥാകൃത്ത് കൂടെ ആയിട്ടുള്ള വിജയേന്ദ്ര പ്രസാദ്, അതേപോലെ മൈസൂരിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ എന്നിവരാണ് ഇത്തവണ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. നമ്മൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്.